അയാൾക്ക് എന്തോടോ അവിടെ പണിയാ ജോണിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ജോണി സാറ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില യാത്രകളിലാണ്. വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന കിട്ടിയിരിക്കണം. പറഞ്ഞേക്ക്. സാറിനറിയാലോ, ജോണി സാറ് കുറച്ച് വർക്കഹോളിക്കാണ്, പിന്നെ കുറച്ച് ആൽക്കഹോളിക്കുമാണ്. ഫോണിൽ വിളിച്ചാൽ കിട്ടൂല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞാൻ ചില നുറുങ്ങ് തമാശകളൊക്കെ ഗ്രൂപ്പിൽ പങ്കുവെക്കാറുണ്ട്. നമ്മളെപ്പോലെ ടെൻഷൻ പിടിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ ഒരു ആശ്വാസമല്ലേ സാറേ? പക്ഷെ സാറ് വലിയ മൈൻഡൊന്നും തരാറില്ല. എടോ, തന്നെ പോലെ തന്നെയാണോ ഈ ജോണി പൈനാടനും? സാറെന്താ ഉദ്ദേശിച്ചത്? അല്ല, ഈ ജോണി സാറിന് നല്ല ബുദ്ധിയല്ലേ? കില്ലറെ കൈ കിട്ടിയ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് നടപ്പല്ലേ? നടക്കലേ ഉള്ളൂ, വെടിവെക്കലുണ്ടാവില്ല. അതിനൊക്കെ ഫോഴ്സിൽ വേറെ മിടുക്കന്മാരുണ്ട്. സാർ ആരെയോ ഉദ്ദേശിച്ചത്? അതല്ല സാർ, നമ്മുടെ കൂട്ടത്തിൽ മിടുക്കന്മാർ കുറവാണല്ലോ. താൻ പോ സാർ, ഞാനൊരു സെൽഫി എടുത്തോട്ടെ. മിസ് യൂസ് ചെയ്യില്ല സാർ? നൈസ് ടു മീറ്റ് യു സാർ. എന്താടോ? ഷാഹുൽ സാറിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ കേസ് ഏതോ കൊമ്പനെ ഏൽപ്പിക്കാനുള്ള നീക്കമുണ്ടെന്നാ. കാര്യം നമ്മളെ കൊണ്ടൊന്നിനും പറ്റൂലെങ്കിലും കുറച്ച് സമയം കിട്ടിയാൽ നമ്മൾ തീർപ്പാക്കൂലേ? അത് പറഞ്ഞപ്പോൾ സാറ് പറയാണ് അപ്പോഴേക്കും കില്ലർ എല്ലാത്തിനും കൊന്ന് തീർപ്പാക്കിയിട്ടുണ്ടാവുന്നു. സംഭവം നമ്മളെ കൊച്ചാക്കിയിട്ട് ഏതൊരു മുന്തിയവനെ കൊണ്ടുവരാനുള്ള പാലം വലിക്കലാണ് നടക്കുന്നത്. സാറ് സൂക്ഷിക്കണം. വെച്ചിട്ട് പോടോ. കട്ട് ചെയ്ത ഇതാണ് പ്രശ്നം. ഇവനൊക്കെ എങ്ങനെ ഗുണം പിടിക്കാനാണ്? സാർ, ഞാൻ അൻവർ, ജേർണലിസ്റ്റാണ്. എന്താണാവോ? ഇപ്പോൾ 6 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി 4 കൂടി നടക്കുമെന്നതിലേക്കാണ് സൂചനകൾ. പോലീസിന് ഇപ്പോഴും ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചില്ലെന്ന് പറയുന്നത് ശരിയാണോ? നീ പോയി അന്വേഷിക്കും. ഞാനൊരു പത്രപ്രവർത്തനാണ്, സൂക്ഷിച്ച് സംസാരിക്കണം. പുതിയ ഓഫീസർ തന്നെ തീർക്ക്, എന്നോട് തീർക്കല്ലേ? നിന്റെ അമ്മയെ കെട്ടിക്കാൻ വരുന്ന പുതിയ ഓഫീസർ ആരാണെന്ന് എനിക്കറിയാം. നീയൊക്കെ അവന്റെ ഫാൻസ് ആണെങ്കിൽ ചെന്ന് കൊഴുത്ത് നടത്ത്. അത് എന്റെ ചെവിയിലോട്ട് വേണ്ട. അവന്റെ അമ്മ സാർ, ഞാനും കില്ലറും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വളരെ ചെറുതാണ്. കണ്ണുകൊണ്ട് കാണാം, കാതു കൂർപ്പിച്ചാൽ ശ്വസിക്കുന്നത് വരെ കേൾക്കാം. നല്ല എള്ളെണ്ണയുടെ മണം. സാർ, അത് എള്ളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം എണ്ണയാണ് സാർ. സാറിന് കിട്ടുന്നതിന് മുമ്പ് ഞാൻ അവനെ പൊക്കി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് സാർ. ഇവനൊന്നും ഗുണം പിടിക്കൂല. ഓ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ നിനക്കെന്നെ ബോധ്യപ്പെടും. അതേടോ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ താൻ എന്റെ മുന്നിലൊന്ന് വിടുവോ? പോലീസ് കുഞ്ഞെ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ നോക്കുന്നു. അവിടെ ഹോളിന്റെ അടുത്തായി ഒരു സാത്താൻ വെട്ടിയിരിക്കുന്നു. സാത്താൻ പെട്ടിയാ? അതെ, TV തന്നെ. അവിടെ നിന്ന് നീങ്ങുമ്പോൾ ഇടതുവശത്തെ കിടപ്പുമുറിയിൽ അളമാരക്കുള്ളിൽ ഒരു എക്സ്റേ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നതായി അവൻ കാണിച്ചു തരുന്നു. മകനെ, നിന്റെ എല്ലൊടിഞ്ഞിരുന്നു അല്ലേ? മിക്ക വീടുകളിലും ഹോളിലാണ് TV വെക്കാറ്. എല്ലാ അലമാരയിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. പിന്നെ എന്നെ കണ്ട ആർക്കും അറിഞ്ഞൂടെ ഒരു പ്രാവശ്യം എല്ലോടി ഉണ്ടാവുന്നു? കില്ലർ കുഞ്ഞേ, നിന്റെ അത്ഭുത പ്രവൃത്തി ഇതോടെ നിർത്തിക്കൊള്ളണം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശദീകരിക്കട്ടെ. ആമേൻ. അതെ, ഇത് തന്നെയാണ് ആ ലെറ്ററിലുള്ളത്. സർ, സാർ, ആ മരണം നടന്ന വീടിന് അടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് പിടികൂടിയതാണ്. ഇയാൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ പ്രദേശത്തൊക്കെ അത്ഭുത പ്രവൃത്തി, രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് ചുറ്റിക്കറങ്ങാണ് സാർ. പറച്ചിൽ മൊത്തം നമുക്ക് കിട്ടിയ കത്തിലുള്ളത് പോലെയാണ്. ആകെ ഒരു വശപ്പശ. ജോണി എവിടെ? അറിയില്ല, പാവം. ഒന്നും നടക്കാത്തതിന്റെ പേരിൽ ഈഗോടിച്ചിരിക്കായിരിക്കും. വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇയാളെന്തായി പറയുന്നത്? അത് അയാൾ തന്നെ പറയൂ സാർ. പറടോ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനാകുമെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. നിങ്ങൾ അവനെ കാത്തുമുഷിഞ്ഞുവോ? ഇതാ അവൻ വേഗം വരുന്നു. ഹലോ. ഫ്രാങ്ക്, ഹലോ. ചേച്ചി, ഇവള് ഒറ്റ വരുത്തി അതിന് കാരണം. ഇവളിത് പോലീസിനെ അറിയിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിതിൽ ഇടപെടരുത്. മിസ്റ്റർ ജോയ്, നിങ്ങൾ അവരെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അവർ ചെയ്തതാണ് ശരി.
പിന്നെ ഇത്രയും വലിയ തുക നിങ്ങൾ എവിടുന്ന് കണ്ടെത്തുമെന്ന? അത് ഞാൻ എങ്ങനെയും കണ്ടെത്തും. എന്റെ സകല സ്വത്തുക്കളും വിറ്റിട്ടായാലും ശരി, പണം ഞാൻ കൊടുക്കും. ഇന്ന് 5 മണിയാണ് ഡെഡ് ലൈൻ. അതിനുള്ളിൽ നിങ്ങളെല്ലാം വിറ്റ് കാശാക്കൂ. നിങ്ങൾക്കൊരിക്കലും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ തുക ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടിയെ മോചിപ്പിക്കാൻ പറ്റില്ല. നമുക്കവരോട് നെഗോസിയേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ സമയം തരാൻ ആവശ്യപ്പെടാം, പണം കുറച്ച് തരാൻ ആവശ്യപ്പെടാം. അത്രയൊക്കെ ചെയ്യാൻ ഒക്കുള്ളൂ ഈ സിറ്റുവേഷനിൽ. ടൈം ഡിലേ ടാക്ടിക്സ്. And I have an officer. അപ്പോ നിങ്ങളൊരു ഓപ്പറേഷന് തയ്യാറെടുക്കുവാണോ? നോ, അവരുമായി വിലപേശാൻ തന്നെയാണ് തീരുമാനം. നിവർത്തിയില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ. ആൻഡ് ഹീസ് ഗുഡ് അറ്റ് ബോത്ത്. ഹി വിൽ ഡിസൈഡ്. 1 minute. എന്താടും? സാറന്മാർ റഷ്യൻസാ, ഗോവയിൽ നിന്ന് വന്നവരാ. കൂട്ടത്തിൽ ആ നൊട്ടോറിയസ് ക്രിമിനൽ ചിനുവ അബാച്ചയുണ്ട്, നൈജീരിയക്കാരൻ. അവൻ്റെ പേര് ഓൾറെഡി ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതാ. അവനോട് കേരളത്തിൽ നല്ല പരിചയം. മുമ്പ് ഈ മലബാറിൽ സെവൻസ് കളിക്കാനുള്ള ലേബലിൽ അവനോട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവരെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് സാർ, ഇതൊരു സാധാരണ കിഡ്നാപ്പിംഗ് കേസ് പോലെ ആവില്ല. കുട്ടിയെ അപായപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. സാർ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും? നോ. My loved ones and my element. This be my throne, this my ring, I'm the king. This is what I represent, I am this in the wind. Who are you? Derek Abraham, my most effective man, and he hates violence. Boom! Fight to the my loved ones and my element. What I represent, I am this in the wind. Forgive me for my sins as I walk through the valley. This war about to begin as I go part to part. Fist blessed from God, you know what I am and you know what I lost as I fight. Forgive me for my sins as I walk through the valley. This war about to begin as I go part to part. Fist blessed from God, you know what I am and you know what I lost as I fight. Come on, you're asshole. Come on, where are you? Where is he?